പരിമിതികളെ ചെറുത്തുതോൽപ്പിച്ച പാലാവയൽ ഓടപ്പള്ളിയിലെ സൗമ്യ ജിനേഷിന്റെ പേപ്പർ പേനകൾ ഇനി പ്രകൃതിക്ക് കരുത്താകും. സൗമ്യയുണ്ടാക്കുന്ന പേപ്പർ പേനകളിൽ ഒരു വിത്തും ഒളിഞ്ഞിരിക്കും. പേനയുടെ ഉപയോഗം കഴിഞ്ഞ് മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഒളിപ്പിച്ചു വെച്ച വിത്തുകൾ മണ്ണിലലിഞ്ഞ് മരമായി വളർന്ന തലമുറകൾക്ക് തണലേകും. പരിമിതികളെ ചെറുത്തു തോൽപ്പിച്ച സൗമ്യ ജിനേഷിന്റെ ജീവിതമാർഗമാണ് പേപ്പർ പേനകൾ. ഓർഡർ അനുസരിച്ച് പേപ്പർ പേനകളും പേപ്പർ ബാഗുകൾ, ഫോട്ടോ ഫ്രെയിം, പൗച്ചുകൾ എന്നിവയൊക്കെ ഉണ്ടാക്കി വിറ്റാണ് സൗമ്യ സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നത്. സൗമ്യ നിർമ്മിക്കുന്ന പേപ്പർ പേനകൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. 2 വർഷമായി ശരീരം തളർന്ന് ഭർത്തൃമാതാവ് കിടപ്പിലായതോടെ സൗമ്യയുടെ ഭർത്താവ് ജിനേഷിനും ജോലിക്ക് പോകാൻ കഴിയാതെ വന്നതോടെ ഈ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമാണ് സൗമ്യയുടെ ഈ സംരംഭം. 2 വർഷമായി ഈ സംരംഭം ആരംഭിച്ചിട്ടെന്നും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും അറിയുന്നവർ പറഞ്ഞുമാണ് ഓർഡറുകൾ വരുന്നതെന്നും സൗമ്യ പറയുന്നു. സൗമ്യ ഉണ്ടാക്കുന്ന പേപ്പർ പേനകളിൽ ഒരു വിത്തും ഒളിഞ്ഞിരിക്കും. പേനയുടെ ഉപയോഗം കഴിഞ്ഞ് മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞാൽ മതി. ഒളിപ്പിച്ചു വച്ച വിത്തുകൾ മണ്ണിലലിഞ്ഞ് മരമായി വളർന്ന് തലമുറകൾക്ക് തണലേകും. അത് ചില അറിയുന്നവര് മുഖാന്തരം വരും, അല്ലാതെ ഒരാൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ പേന കൊടുത്തവരുണ്ടല്ലോ അങ്ങനെ എൻക്വയറി ചെയ്യും. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, അങ്ങനെ അതിൽ നിന്ന് ഓർഡർ വരും. ഷോപ്പുകളിൽ കൊടുക്കാറുണ്ട്. പിന്നെ സ്കൂളിലൊക്കെ അധികം പോകുന്നത് ഇപ്പം ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. പിന്നെ ഓരോ ഓഗസ്റ്റ് 15 ആ സമയത്ത് വരും. പിന്നെ ഹാപ്പി ന്യൂ ഇയറിൻ്റെ സമയത്ത്, അങ്ങനെ ഓരോ സമയത്ത് വരും. പിന്നെ പുതിയ ഷോപ്പ് തുടങ്ങുന്നവർ അവരുടെ ഷോപ്പിൻ്റെ പരസ്യത്തിനായിട്ട്. ഇപ്പം അധികം അങ്ങനെ ചെയ്യുന്നില്ല. ഞാനൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിലധികം തുടങ്ങിയിട്ടില്ല. പിന്നെ ആൾക്കാർ അറിഞ്ഞ് മേടിക്കുക ചെയ്യുന്നത്, സ്റ്റാറ്റസ് ഇട്ടിട്ടൊക്കെ. ഇതിനുള്ള വിത്തുകളാണ് ചെറുപുഴ ചുണ്ടയിലെ പല്ലവി സുരേഷ് എന്ന 6 വയസ്സുകാരി സൗമ്യയുടെ വീട്ടിലെത്തി കൈമാറിയത്. ചെറുപുഴ JMUP സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ് കേബിൾ TV ഓപ്പറേറ്ററായ സുരേഷ് പൊന്നാരട്ടയുടെയും രജനിയുടെയും മകളായ പല്ലവി. വിത്തുപേന എന്ന ആശയത്തെക്കുറിച്ച് കേട്ടറിഞ്ഞാണ് ഇത്തരം പേനകൾ നിർമ്മിക്കുന്ന സൗമ്യയെ പല്ലവി സമീപിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.